ഫ്രണ്ട്സ്, ജി ഡി എസിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, അതോടൊപ്പം തന്നെ ഇനി എത്ര ലിസ്റ്റ് വരാൻ സാധ്യതയുണ്ട്, അത് എന്നൊക്കെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. പിന്നെ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോസും കാര്യങ്ങളും റിസൾട്ടും അപ്ഡേഷനൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിസ്റ്റിലേക്ക് വരാം. ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കേരള സർക്കിളിൻ്റെ ലിസ്റ്റ്. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ ലിസ്റ്റ് സെക്കൻഡ് ഇതും കൂടെ കാണാൻ പറ്റും. സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ നോക്കുക. ഈ രജിസ്റ്റർ നമ്പർ ഈ കോളാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിവിഷനാണ് ഫസ്റ്റ് കോളത്തിലുണ്ടാകുക. ഇതാണ് നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിവിഷന്. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട ഡിവിഷനാണ് ഈ ലാസ്റ്റ് കോളത്തിലൂടെ ഉള്ളത്. ഇവിടെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ട ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി, അതായത് കമ്മ്യൂണിറ്റി ആണ്, നിങ്ങൾ ജനറലാണ്, ഏതിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നോക്കുക. ഓക്കെ, രജിസ്റ്റർ നമ്പർ നോക്കിയിട്ട് നിങ്ങളുടെ ഡിവിഷൻ നോക്കുക. എന്നാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിവിഷൻ വൈസ് ആയിട്ടാണ്. കാലിക്കറ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ തന്നെ സെപ്പറേറ്റ് ഏരിയ കാണാം. അത് കഴിഞ്ഞിട്ട് മറ്റു ഡിവിഷനാണ്. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്ന് കണ്ണൂർ, അങ്ങനെ ഓരോന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ നോക്കാവുന്നതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്നുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടെങ്കിൽ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. 6/5/2025 എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ 6/5/2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിൽക്കരുത്. നിങ്ങൾ നാളെ തന്നെ പോകാൻ പറ്റും. നാളെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകാവുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പ്രത്യേക ഡേറ്റ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 6/5/2025 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതത് ഡിവിഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, അവിടെ പോയിട്ട് അന്വേഷിക്കുക. അതുപോലെ നിങ്ങൾ ഡോക്യുമെൻ്റ് ആയിട്ട് പോകുക എന്നുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് ഒറിജിനലും വേണം, 2 സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസും എല്ലാ ഡോക്യുമെൻസിനെയും. അതെന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ കുറേ ഉദ്യോഗാർത്ഥികൾ എന്തുണ്ടാവും, ഫെയിൽ ആയിട്ടുണ്ടാവും. അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്തേക്ക് എന്തെങ്കിലും ഇഷ്യൂ കാരണം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഫെയിൽ ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടും കുറേ ആളുകൾ വില്ലിങ് അല്ലാത്തത് കൊണ്ടും അങ്ങനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകാത്തത് കൊണ്ടും ഒക്കെ വരുന്ന വേക്കൻസികളാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടേണ്ട നിങ്ങൾക്കും ഈ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മാത്രം നമുക്ക് കേരള സർക്കിളിൽ മാത്രമായിട്ട് തന്നെ നിങ്ങൾക്ക് അവർ ലിസ്റ്റ് ഇട്ടിരിക്കുന്ന ടോട്ടൽ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ നമുക്ക് താഴോട്ട് നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 787 ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം 21/4, അതായത് ഇന്നലെയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്നലെയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, SMS ഇമെയിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ അല്ലെങ്കിൽ മെയിലിലേക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ. ഇനി സെൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ പറയുന്ന നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് നമുക്ക് മെയിൽ വന്നോളണം അല്ലെങ്കിൽ SMS വന്നോളണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിലാണ് ജസ്റ്റ് ഇവിടെ കാണാം. ഓക്കെ, പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇതിൽ പല ഉദ്യോഗാർത്ഥികൾക്കും കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. 95% എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്, അപ്പോൾ എനിക്ക് 95% ഉണ്ട്, അത് എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ടൈ ബ്രേക്കിംഗ് ക്രൈറ്റീരിയ ഒക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് വന്നപ്പോഴുള്ള വീഡിയോയിലാണോന്ന് ഓർമ്മയില്ല. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ അത് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ഈ പറയുന്ന ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടെന്നുള്ള കാര്യങ്ങളും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ലിസ്റ്റ് 1 വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ലഭിക്കാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലേറ്റസ്റ്റ് ജോബ്സ്, അതുപോലെ കേരള ജോബ്സ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ്. ഇവിടെ കാണാം റിസൾട്ട് എന്ന് കാണാം. റിസൾട്ടിൻ്റെ ഇവിടെ കാണാം ഇന്ത്യ പോസ്റ്റ് GDS റിസൾട്ട് മെറിറ്റ് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ കേരള സർക്കിളിൻ്റെ ഇത് ആദ്യത്തെ ലിസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലിസ്റ്റ് വന്നില്ലേ, ആ ലിസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ അതിൽ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാം എത്ര ഉദ്യോഗാർത്ഥികളെ വിളിച്ചിരുന്നു പറഞ്ഞാൽ, എത്ര ഉദ്യോഗാർത്ഥികൾ വിളിച്ചിട്ടുണ്ട് പറഞ്ഞാൽ 1383 ഉദ്യോഗാർത്ഥികളായിരുന്നു ഫസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് മാർച്ച് 21 ഈ ലിസ്റ്റ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ലിസ്റ്റ് 2 ആണിപ്പോൾ. ലിസ്റ്റ് 2 നോക്കുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ലിസ്റ്റ് 2 കാണാം. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ലിസ്റ്റ് 3 വരാം, 4 വരാം, 5 വരാം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 6 ലിസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട് ടോട്ടൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട.
പിന്നെ അത്യാവശ്യം മാർക്കുള്ളവർക്ക് തന്നെയാണ് ഇതിലേക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അതോടൊപ്പം ചിലപ്പം 3 ലിസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ് വേക്കൻസി ഫില്ലാകുന്നതിനനുസരിച്ചിട്ടാണ്. വേക്കൻസി ഫില്ലായിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും 3, 4, 5, 6 ലിസ്റ്റൊക്കെ വരെ എന്ത് ചെയ്യും അവർ എന്ത് ചെയ്യും ഉണ്ടാക്കുമെന്നുള്ളതാണ്. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അവരെടുക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് GDSൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് കയറാൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഹോം പേജിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലും സർക്കിളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റും അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് നോക്കിയാൽ മതി. ഇവിടെ ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ടച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗൺ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 95% മാർക്ക് ഉണ്ടായിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സെയിം മാർക്ക് ഉണ്ടായിരിക്കും. അതായത് ഏജ് ക്രൈറ്റീരിയ നോക്കും, കാറ്റഗറി നോക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ടൈ ബ്രേക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിലേക്ക് എക്സാം ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏജിലൊക്കെ മാറ്റം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസ് അവിടെ ഉണ്ട് നിങ്ങൾക്ക്. ലിസ്റ്റ് 1 ഞാൻ വന്നപ്പം ചെയ്ത സമയത്തുള്ള ലിസ്റ്റ് 1 വന്ന സമയത്ത് നമ്മൾ ചെയ്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, അതെങ്ങനെ ഇവിടെ നിങ്ങൾക്ക് അനുബന്ധങ്ങൾ ഓരോന്നുണ്ട്. ഓക്കെ, ഈ അനുബന്ധങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ള ലിസ്റ്റിലെ പേരുള്ളവർ കാണേണ്ട വീഡിയോ ആണത് നിർബന്ധമായിട്ടും. ഓക്കെ, ബാക്കിയുള്ളവർ കാണുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.